എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിരുന്നോ? നമ്മൾ കൊട്ടാരക്കര ഒരു കല്യാണത്തിന് പോയ വീഡിയോ ആണ് കേട്ടോ കണ്ടത്. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ റീയൂണിയൻ, നമ്മുടെ ഫ്രണ്ട് ഗായത്രിയുടെ അനിയത്തിയുടെ കല്യാണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൻ്റെ തലേന്ന് രാത്രി നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിൽ പോയ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അമ്പലത്തിലെല്ലാം പോയി കുട്ടിപ്പട്ടാളങ്ങളെല്ലാം സെറ്റാക്കി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടുന്ന് ഉണ്ണിയപ്പമൊക്കെ മേടിച്ച് അവിടുന്ന് കഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും കൊണ്ട് കൊടുത്ത് നമ്മളെല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത ഒരു വെഡ്ഡിങ് ആണ് ഇതെങ്കിൽ പോലും ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ കുറവുണ്ടായിരുന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ പോയിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ച് ഇനി നമുക്ക് പോകേണ്ടത് ഗായത്രിയുടെ വീട്ടിലേക്കാണ്. അവിടെ ആഘോഷങ്ങളാണ്, നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്നുള്ള ഒരുക്കങ്ങളും ഹൽദിയൊക്കെ കുറച്ച് മുമ്പേ കഴിഞ്ഞിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നവവധു. അപ്പോൾ നമ്മുടെ വരൻ്റെ വീട്ടുകാരൊക്കെ തലേദിവസം രാത്രി വരുന്നുണ്ട്. അപ്പോൾ അവർ എറണാകുളത്തായതുകൊണ്ട് തലേന്ന് തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗായത്രിയുടെ അച്ഛൻ, അമ്മ, അരവിന്ദേട്ടൻ, കുഞ്ഞുണ്ണിയാണ് നമ്മുടെ ശംഭുവിൻ്റെയും തങ്കുവിൻ്റെയും ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാർവാറിൽ ഒരുമിച്ച് പഠിച്ചത്. അരവിന്ദേട്ടൻ പ്രജിയുടെ ഫ്രണ്ടും, അതേപോലെ നമ്മുടെ എല്ലാവരുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് എന്ന് പറയത്തില്ലേ, നമുക്ക് ഒരാളുടെ ഫ്രണ്ടാണോ ഒരാളെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഗായത്രി എൻ്റെ ഫ്രണ്ടാണെന്നോ അരവിന്ദേട്ടൻ പ്രജിയുടെ ഫ്രണ്ടാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നിന്ന് അവിടെ ജീവിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഗൗരിക്കുട്ടിയുടെ കല്യാണമാണ്. വരൻ്റെ പേര് ശ്യാം എന്നാണ്. ഇതാണ് ഗായത്രിയുടെ വീട്. ഇതിനോട് തൊട്ട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് തൊട്ടിപ്പറയാണ് നമുക്ക് എല്ലാവർക്കും നിൽക്കാനുള്ള വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളാണ് ഏറ്റവും ലാസ്റ്റിൽ അവിടെ വരുന്നവർ. ഈ അമ്പലത്തിലൊക്കെ പോയി ഗിഫ്റ്റൊക്കെ മേടിച്ച് സത്യത്തിൽ വീട്ടിലെ ഒരുവിധം ഗസ്റ്റുകളെല്ലാം പോയതിന് ശേഷം വരൻ്റെ ഫാമിലിയൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഡിലേ ആയി കേട്ടോ. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. നോൺ വെജ് ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സാധനങ്ങൾ കഴിക്കാനുണ്ടായിരുന്നു. നൂൽപുട്ട്, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ഗീ റൈസ്, കപ്പ, മീൻ കറി. സത്യം പറഞ്ഞാൽ എല്ലാം കാണാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അതുപോലെ നമ്മളങ്ങ് റഷാക്കി കളഞ്ഞു. അത് കഴിഞ്ഞ് അവരെല്ലാവരും അകത്തേക്ക് പോയി. നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. കാരണം നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയാണ്. അതിന് മുമ്പേ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അതല്ലേ സന്തോഷം, ഇതല്ലേ ഓർമ്മ. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം നമ്മുടേതായ നമ്മൾ ഈ മെമ്മറി റീകളക്ഷൻ എന്ന് പറയില്ലേ, അതേപോലെ ഞങ്ങൾ കുറേ നേരം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരുന്നിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. നമ്മുടെ എല്ലാ ഫ്രസ്ട്രേഷൻസും, അതല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾ, നമ്മൾ മിസ് ചെയ്ത കാര്യങ്ങൾ എല്ലാം കുറേ സംസാരിച്ചു. കുട്ടികളെല്ലാവരും നന്നായിട്ട് കളിച്ചു. ചേട്ടന്മാരെല്ലാവരും അവരുടേതായ രീതിയിൽ അവരുടെ എൻജോയ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതേപോലെ റിലാക്സ് ചെയ്തു. കാരണം ആർക്കും പണിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിലേക്ക് ചെല്ലുവാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇവരെ വിളിക്കുകയാണെങ്കിൽ എനിക്കൊരു ടെൻഷൻ കാണുമല്ലോ. ഫുഡ് ഉണ്ടാക്കണം, കറക്റ്റ് സമയത്തിന് വെള്ളം കൊടുക്കണം, എല്ലാം നമ്മളൊന്ന് നോക്കണമല്ലോ. അതേപോലെയല്ലേ ഞാൻ ആരുടെ വീട്ടിൽ ചെന്നാലും. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. നമ്മളെല്ലാവരും ഫ്രീ, എല്ലാവർക്കും സമാധാനപരമായി ഇരുന്ന് സംസാരിക്കാം, കളിക്കാം. നല്ല റിലാക്സ് മൂഡിലേക്ക് എല്ലാവരും പോയി കേട്ടോ. നമുക്ക് കുറേ പറയാനും ഉണ്ടായിരുന്നു, കുറേ കേൾക്കാനും ഉണ്ടായിരുന്നു. ആർഷ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വായും പൊളിച്ച് നോക്കിയിരിക്കുക. കാരണം ആർഷയുടെ അനിയത്തിയുടെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. ബാക്കി ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടികൾ കയ്യിൽ കിട്ടുന്ന ഓരോ സാധനങ്ങളും കളിക്കോപ്പാക്കി മാറ്റുന്നത് കണ്ടപ്പോൾ അവരെ ഒന്ന് സൈഡാക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളെല്ലാം ഒരു വഴിക്കും വിട്ടു, പെൺകുട്ടികളെല്ലാവരും ഞാനിങ്ങി പിടിച്ചു. കാരണം എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കാം. ഞാനൊരു മൈലാഞ്ചിയൊക്കെ കരുതിയിട്ടാണ് കേട്ടോ പോയത്. അപ്പം മൈലാഞ്ചിന്ന് കേട്ടപ്പോൾ തന്നെ പെൺപിള്ളേരെല്ലാം വാല ഇങ്ങോട്ട് പോന്നു. വെറുതെ വന്നതല്ല കേട്ടോ. എല്ലാവരും ഗൂഗിളിൽ നോക്കിയിട്ട് അവരവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നോക്കി ഞാൻ കാര്യമായിട്ട് എല്ലാവർക്കും ഇട്ട് കൊടുത്തു. ആ സമയത്ത് ആർഷയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ശ്രീലക്ഷ്മിയും കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടേതായ കുറച്ച് പേഴ്സണൽ മൊമെൻറ്റ്സ് ഒക്കെ അങ്ങനെ എൻജോയ് ചെയ്തു. അതിനുശേഷം പിന്നെ ഉറങ്ങാനൊന്നും ഉണ്ടായില്ല. രാവിലെ ആയി. പിന്നെ വേഗം കുളിച്ചു റെഡിയായി. എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമായി നേരെ പോകുന്നത് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കൊട്ടാരക്കരയിലെ ഒരു റോയൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു വെഡ്ഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് കുറച്ച് എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തേ. കാരണം എന്താണെന്നറിയോ, ഇനി അടുത്തൊരു പ്രാവശ്യം കാണുന്നതും വരെ ഇതൊക്കെയാണല്ലോ ഓർമ്മ. അപ്പം നമ്മൾ കുറേ ഓർമ്മകൾ പണ്ടത്തേതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഓർമ്മയായിട്ട് മാറുമല്ലോ. നമുക്ക് എല്ലാവർക്കും ഫോട്ടോ ക്രൈസ് ഉള്ളവരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മളെല്ലാവരും പല വണ്ടിയിൽ നേരെ കൺവെൻഷൻ സെൻറ്ററിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി വെൽക്കമിങ് ആയിട്ട് എല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഗായത്രി തിരക്കിട്ട് നമ്മുടെ
താലപ്പൊലി എടുക്കുന്ന കുട്ടികളെല്ലാം സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായത്രിയോടെയോ കുഞ്ഞുണ്ണിയോടോ അരവിന്ദേട്ടനോടോ നമുക്ക് മര്യാദയ്ക്കൊന്നും സംസാരിക്കാനേ പറ്റിയിട്ടില്ല. സത്യത്തിൽ അത്രയ്ക്കും തിരക്ക് പിടിച്ച ഓട്ടത്തിലായിരുന്നു അവർ. നമ്മളും അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മുടെ വഴിക്ക് അങ്ങ് നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വരനൊക്കെ വന്ന് എല്ലാവരും ഇരുന്ന് ഇനി വധുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൗരിക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ്, അല്ലെങ്കിൽ അവളുടെ ഒരു വെഡ്ഡിങ് ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ, ഭയങ്കര എലഗൻ്റായിട്ട്, അതേപോലെ ഭയങ്കര സിമ്പിളായിട്ട് അവളങ്ങനെ വന്ന് കയറുമ്പോൾ നല്ലൊരു ഓറയായിരുന്നു. ആ ഒരു നമ്മളെല്ലാവരും ഇന്ന് നമ്മൾ നോക്കാൻ, അതായത് എല്ലാ കണ്ണുകളും ഇന്ന് ഗൗരിയിലേക്കും ശ്യാമിലേക്കും ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. അങ്ങനെ അപ്പം അവർ വന്നു. അതാണ് ഗായത്രി, അമ്മ, അച്ഛൻ, കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പം അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു. അതിനെ തുടർന്ന് പ്രാർത്ഥനകളും അതേപോലെ നമ്മുടെ വിവാഹ ചടങ്ങുകൾ, നോർമൽ ഹിന്ദു വെഡ്ഡിങ് എങ്ങനെയാണോ അതേപോലെ ഉള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിട്ട് കുറച്ച് നമ്മുടെ മത്താപ്പൂ, പൂത്തിരി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു കേരള വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കുറേ നല്ല കുറേ ആഡ് ഓൺസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു 8-9 വർഷത്തിന് മുമ്പാണ് ഞാനൊരു ഇപ്പം നമ്മൾ നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്തു. അതേപോലെ ഒരു ഹിന്ദു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 8 കൊല്ലത്തിന് ശേഷമാണ്. അപ്പം അത്രയും വ്യത്യാസം എനിക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ടായിരുന്നു. അത്രയും ആഡ് ഓൺസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഒരു റിച്വൽസിലും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അത്രയും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ലക്ഷ്യം? സദ്യ ആയിരിക്കും ഉദ്ദേശിച്ചതല്ലേ? പക്ഷെ ഞങ്ങൾക്ക് സദ്യ അല്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കണ്ടേ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ മാത്രമാണ് നമുക്ക് ഗായത്രി കിട്ടിയത്, കുഞ്ഞുണ്ണീനെ സ്പെഷ്യലായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് സദ്യ വന്നത്. സദ്യയിൽ കുറേ ആഡ് ഓൺസ് ഉണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് സദ്യയിൽ കശുവണ്ടിയൊക്കെ കാണുന്നത്, അതായത് സോൾട്ടഡ് കാഷ്യൂ ഒക്കെ കാണുന്നത്. ശരി, അതെല്ലാം കഴിഞ്ഞു. നമ്മുടെ ചോറ് വന്നു. അറിയാമല്ലോ, നമ്മുടെ ഓരോ സ്ഥലത്തും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സദ്യ ഭയങ്കര വ്യത്യാസമാണ്. എനിക്ക് കുറച്ചുകൂടെ ആലപ്പുഴ ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആയിരുന്നു. എന്നാലും ടേസ്റ്റിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ ഈ സ്ലോ മോഷൻ കഴിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗോകുൽ ചേട്ടൻ പറയാം, ഇങ്ങോട്ട് നോക്കടി, നീ വേഗം ഇങ്ങനെ കഴിക്കി, അല്ലാതെ ഷോ കാണിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് പായസത്തിൽ ഇങ്ങനെ പഴം എടുത്തിട്ട് ഞെരിടി പപ്പടം കൂട്ടി കഴിക്കില്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ പ്രജി അങ്ങനെ തന്നെ ചെയ്യാണ്. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് എല്ലാം കഴിച്ച്, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. എൻ്റെ എല്ലാ സാധനവും സത്യം പറഞ്ഞാൽ വേസ്റ്റായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദേ കണ്ടോ, ഒന്നും എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോ എടുത്തുകൊണ്ടിരുന്നിട്ട്. പിന്നാലെ 3-4 തരം പായസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ ഒന്നും പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫോണിൻ്റെ ക്ലാരിറ്റിയും പോയി. അങ്ങനെ ഈ ശംഭുവിനെയും തങ്കുവിനെയും കുഞ്ഞുണ്ണിനെയും കൂടെ വെച്ചിട്ട് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് വെച്ചിട്ട് അതിന് പോലും കുഞ്ഞുണ്ണിനെ കിട്ടിയില്ല. ഇതവരുടെ പഴയ പിക്സാണേ. അപ്പോൾ എന്തായാലും ഇന്ന് ശംഭുട്ടനും തങ്കുവും മാത്രമാണ് ഫോട്ടോയിലുള്ളത്. ഇതാണ് കുഞ്ഞുണ്ണി. ഇനി ഇവനെ എഡിറ്റ് ചെയ്ത് കയറ്റണം എനിക്ക്. അപ്പോൾ ശരി, എന്തായാലും നമ്മൾ നേരെ വീട്ടിലെത്തി. എല്ലാവരും ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഞങ്ങളും പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ചെന്നിട്ട് അത്യാവശ്യം ഒരു കാര്യം സാധിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കുംഭകോണം കോഫിയിൽ കയറിയിട്ട് നമ്മൾ അത്യാവശ്യം ഒരു സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. വൈകുന്നേരം ആയായിരുന്നല്ലോ. അപ്പോൾ ഒരു ചായ കുടിച്ച് പിരിയാം എന്നുള്ള രീതിയിൽ നമ്മൾ ചായ കുടിക്കാൻ കയറി. അപ്പോൾ എവിടെ ചെന്നാലും ഞാൻ ഈ ട്രഡീഷണൽ പിടിക്കുന്നത് കൊണ്ട് എനിക്ക് ഇലയടയാണ്, നമ്മുടെ ചക്കയട ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ ചക്കയടയൊക്കെ മേടിച്ച് ശംഭുട്ടൻ ചിക്കൻ സമൂസ മേടിച്ചു, പ്രജി പപ്സ് മേടിച്ചു, ഞാനൊരു കോൾഡ് കോഫി മേടിച്ചു, പ്രജി ഒരു അല്ലാത്ത ഹോട്ട് കോഫി മേടിച്ചു. എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു. വിഷ്ണുവേട്ടൻ ഒരു ഫലൂദ മേടിച്ചു. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർ മേടിച്ച് അങ്ങനെ കഴിച്ച് ഇനി സന്ധിക്കും വരെ വണക്കം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും 4 വഴിക്ക് പിരിയാണ്. ഓൾറെഡി കീർത്തിയും സഞ്ജുവേട്ടനും തൃശ്ശൂർക്ക് പോയി. പിന്നെ നമ്മൾ 3 പേരാണ് ഈ തിരുവനന്തപുരം സൈഡിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെയും ഗോകുൽ ചേട്ടൻ്റെയും, അതായത് ആർഷയുടെയും ശ്രീലക്ഷ്മിയുടെയും വീട് ഇവിടെ ട്രിവാൻഡ്രത്തും കൊല്ലത്തുമായിട്ടാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ആ വഴി പോകുന്ന വിശേഷങ്ങളൊക്കെ നാളെ കാണാം അല്ലേ. ഇന്ന് ഇപ്പോൾ ഇങ്ങനെ പിരിയാം അല്ലേ. നമുക്കപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങളാണ് വീഡിയോയിലൂടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പേഴ്സണലി എൻ്റെ സന്തോഷങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാവരും കൂടെ കൂടുക, എല്ലാവരോടൊപ്പം സന്തോഷമായിട്ടിരിക്കുക, സ്നേഹമായിട്ട് പോവുക, നമ്മൾ മെമ്മറീസൊക്കെ റീകളക്ട് ചെയ്യുക. എല്ലാം കൂടെ ഒരു 10 മിനിറ്റിൽ ഞാനൊരു കല്യാണം കാണിച്ചില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോസ് മുടങ്ങാതെ കാണുക. പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ടൈം കീപ്പ് ചെയ്തിട്ട് വൈകുന്നേരം 6:30 മണിക്ക് ഇടാം കേട്ടോ. അപ്പോൾ ടാറ്റാ.